പുകവലി ആരോഗ്യത്തിന് ഹാനികരം. ഈ നാടകത്തിൻ്റെ മേക്കിങ്ങിൽ ഞങ്ങൾ ഒരു മൃഗത്തെയും ഉപദ്രവിച്ചിട്ടില്ല. നാടകം കണ്ടു കഴിയുമ്പോൾ ഞങ്ങളെയും നിങ്ങൾ ഉപദ്രവിക്കരുത്. നമ്മളിൽ പലരുടെയും കുട്ടിക്കാലം അവിസ്മരണീയമാക്കിയ ആ മായാവി കഥയിലേക്ക് ഇന്നൊന്ന് തിരിച്ചു പോയാലോ? മായാവിയെയും കുട്ടൂസനെയും ഡാഗിനിയെയും ഒക്കെ അറിയാത്തവർ ആരല്ലേ? ഇനി അഥവാ ആരെങ്കിലും ഉണ്ടെങ്കിൽ, മായാവി നല്ലവനായ ഒരു കുട്ടിച്ചാത്തൻ, കയ്യിൽ ഒരു മാന്ത്രിക വടി, അതിനൊരുപാട് ശക്തികൾ. മന്ത്രവടി നഷ്ടപ്പെട്ടാൽ മായാവിയുടെ ശക്തിയും തീർന്നു. മായാവിയുടെ അടുത്ത കൂട്ടുകാർ രാജുവും രാധയും. പ്രശ്നം വന്നാൽ അവർ ഒരൊറ്റ വിളി വിളിക്കും, ഓം ഹ്രീം കുട്ടിച്ചാത്ത. വിളിപ്പുറത്തുണ്ട് മായാവി. മായാവിയെ പിടിക്കാനായി തക്കം പാർത്ത് നടക്കുന്ന മന്ത്രവാദികൾ കുട്ടൂസനും ഡാഗിനിയും. അവരുടെ അടിമയായ ചാത്തൻ ലുട്ടാപ്പി. പേടിയും കുസൃതിയും ചേർന്ന പക്ഷെ പണി പാളുമ്പോൾ ആദ്യം ഓടുന്ന താരം. ഇതോടുകൂടി പതിറ്റാണ്ടുകളായി ഉത്തരം കിട്ടാത്ത 2 ചോദ്യങ്ങൾക്ക് കൂടി നമ്മൾ ഉത്തരം തേടുകയാണ്. രാജുവും രാധയും തമ്മിൽ എന്താണ് ബന്ധം? ഡാഗിനിക്ക് ആരായിരുന്നു കുട്ടൂസൻ? ഉർവശി തിയേറ്റേഴ്സ് അഭിമാന പുരസ്സരം സമർപ്പിക്കുന്ന 6ാമത് നാടകം ഒരു കഥ, ഒരു കുഞ്ഞു കഥ, ബാലരമക്കഥ. അങ്ങ് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് വെനിസ്വേല പിടിച്ചടക്കിയ കാഴ്ച നമ്മളൊക്കെ കണ്ടതാണല്ലോ. പുള്ളിക്ക് വേറെ എന്തോ ചില പദ്ധതികൾ കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ഇതാ, Now we conquered Venezuela, we need to conquer the whole world. Well, in India, there is a forest called Balarama Forest, and we have a very famous Mantravadi Kutusan. He can control many Chathans who has magical powers. We need to kidnap Mantravadi Kutusan. I issue an order for our special forces to capture Mantravadi Kutusan immediately. As America's president, I will do everything in my power to kidnap Kutusan and make America great again. ചെങ്കടുക്കെ വന്നടുക്കും വെമ്പറന്നോളെ, സമ്മതമോ കന്മതമോ നിൻകട കണ്ണിൽ. കട്ടെടുത്തോ കട്ടെടുത്തോ എനിക്കിടാവും നീ. കുട്ടൂസാ, ഡാഗിനി, കുട്ടു, ഡാഗു, കു- ഡാ. ആ മായാവിയെ പിടിക്കാൻ എന്തെങ്കിലും ഒരു വഴി കാണണം. അതെ അതെ, ആ ഷാജി പീട്ടിയോടൊന്ന് ചോദിച്ചു നോക്ക്. ഷാജി പീട്ടിയാ? അതാര്? ആ മൊബൈലിലുള്ളത് എന്ത് ചോദിച്ചാലും ഉത്തരം പറയുന്ന. ഓ, അത് ഷാജി പീട്ടിയല്ല, ചാജി പീട്ടി. എന്നാ പിന്നെ ആ രമണിയോട് ചോദിച്ചാലോ? ഏത് രമണി? ആ, അതിരാവിലെ കുളിക്കുന്ന രമണിയാ? അല്ല, അതേപോലെ എന്ത് ചോദിച്ചാലും ഉത്തരം പറയുന്ന രമണി. അത് ജമിനി. അതൊക്കെ ഞാൻ നോക്കിയതാ, അതിലൊന്നും ഒന്നുമില്ല. എന്നാ പിന്നെ അവനെ വിളി, ആ ലുട്ടാപ്പീന. ഞാനാ ലുട്ടാപ്പി, കുട്ടിച്ചാത്തൻ ലുട്ടാപ്പി. കടുവകളും കിടുവകളും എന്നെ കണ്ടാൽ പേടിക്കും. എത്തിയോ? എവിടെ നിന്റെ കുന്തം? ഓ, കുന്തം ഞാനങ്ങ് സർവീസിന് വെച്ചു. സർവീസിനോ? എന്തിന്? ഓ, എന്റെ കുന്തത്തൊന്നും പഴയ പോലെ പിക്കപ്പൊന്നുമില്ല. പിന്നെ സിറ്റിയിൽ മൈലേജും കുറവാ. ഇവിടെയാണെങ്കിൽ പാർക്കിങ്ങും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ആ, അത് ശരിയാ. ആദ്യം വന്നവരെല്ലാം ഇവിടുത്തെ നല്ല ഡബിൾ പാർക്കിംഗ് എല്ലാം എടുത്തോണ്ട് പോയില്ലേ. ഇവന്റെ കുന്താണെങ്കിൽ ഒരു 1.5 കുന്തല്ലേ, ഇവിടെ വളയാനും പാടാ. അതെ, അതുകൊണ്ട് ഞാൻ ഊബർ പിടിച്ചാ വന്നേ. അല്ല, അതില്ലേ മുമ്മേ, നിങ്ങൾക്ക് ഈ കുട്ടൂസിന് എത്ര കാലമായിട്ട് അറിയാം? കുട്ടൂസൻ, കുട്ടുസ്വാമി എൻ്റെ ഗുഹയിലൊക്കെ വന്നിട്ടുണ്ട്. നല്ലോണം മന്ത്രമൊക്കെ ചൊല്ലും കുട്ടുസ്വാമി. നമ്മളൊന്നിച്ച് പൂജയൊക്കെ ചെയ്തിട്ടുള്ളതാ. ലുട്ടു, നമ്മൾ മായാവിയെ എങ്ങനെ പിടിക്കും എന്നാലോചിച്ചിരിക്കുക.
നിന്റെ കൂടെ സ്ഥിരമായി ആ വിക്രമനും മുത്തും ഉള്ളതല്ലേ, അവരെവിടെ? ഓ, എൻ്റെ കൂടെ കുത്തിമറിഞ്ഞ് നടന്നവന്മാരാ. ഇപ്പൊ ഇതൊന്നും പോരാന്ന് പറഞ്ഞ് ആ നമ്പ്യാർ ബിൽഡേഴ്സിന്റെ കാട്ടിലേക്ക് പോയി. അപ്പോ ലൊട്ടിലൊടുക്കും ഗുൽഗുലുമാലും അവരൊക്കെ എന്നേ US-ലും UK-ലും ഒക്കെ പോയി. എന്നാ പിന്നെ മേപ്പാടനെ വിളിക്കാം. ഓ, മേപ്പാടനൊക്കെ പണ്ടേ ആ പെണ്ണുങ്ങളെ സ്കിറ്റുകാർ കൊണ്ടുപോയി. ഇനിയിപ്പോ എന്ത് ചെയ്യും? ആ, പിന്നൊരു വഴിയുണ്ട്. നമുക്ക് പുട്ടാലും അമ്മാവനെ വിളിക്കാം. പുള്ളി മന്ത്രവാദമൊക്കെ ജന്നയൊക്കെ വെച്ച് ചെയ്യുന്ന പരിപാടിയാണ്. ലുട്ടാപ്പിയുടെ മാമനാണ് പുട്ടാലു. ഈ പുട്ടാലു മനോഹരൻ ചേട്ടൻ്റെ ഒരു പ്രധാന സഹായിയായിരുന്നു. ഏത് മനോഹരൻ ചേട്ടനെന്നല്ലേ? പഴയ വാഴക്കൃഷിയും കോഴിക്കൃഷിയും ഒക്കെ കഴിഞ്ഞ് സ്വന്തം ബിസിനസ്സൊക്കെ തുടങ്ങിയ അതേ മനോഹരൻ ചേട്ടൻ. പുള്ളി ഈ കാട്ടിലുള്ള ഒരുവിധം മുഴുവൻ ആൾക്കാരെയും കൂട്ടി മന്ത്ര മൈൻസ് എന്നൊരു കമ്പനിയൊക്കെ തുടങ്ങി വലിയ നിലയിലാണ്. ആളാണെങ്കിൽ നല്ല തിരക്കിലും. ഓരോ ഫാമിലിയിലെയും മിനിമം ഒരു മൃഗത്തിനെങ്കിലും പുള്ളി ജോലി കൊടുത്തിട്ടുണ്ട്. പുട്ടാലു അവിടെ നിന്നും തല്ലിപ്പിരിഞ്ഞ് ഇപ്പോൾ സ്വന്തം പരിപാടി തുടങ്ങിയേക്കുക. AI can do a full homum in just 90 seconds, while what people do is simply browse ChatGPT. Hi, I am Puttalu. Join me in learning mantravadams, pujas and abhijanams using Gen AI techniques just for 99 rupees. പുട്ടാലുവിനെയും തപ്പി അവർ പോയി കഴിഞ്ഞു. ഇതേ സമയം കാട്ടിൽ മറ്റൊരിടത്ത് രാജുവും രാധയും. ഓം ഹ്രീം കുട്ടിച്ചാത്ത, ഓം ഹ്രീം കുട്ടിച്ചാത്ത. എവിടെ? ഓം ഹ്രീം കുട്ടിച്ചാത്ത. Chumbaga chumba mayavi. Chum 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 mayavi. Chum 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 mayavi. എന്തിനാ ഇപ്പൊ വിളിച്ചത്? ഞാൻ സിറ്റ്ഫിഗിൽ സ്വാഹയുടെ പേഴ്സണൽ ട്രെയിനിങ്ങിലായിരുന്നു. എവിടെ? സ്വിറ്റ്ഫിഗില്. ഇന്നാണെങ്കിൽ 1-2 പുതിയ വർക്കൗട്ടും പറഞ്ഞു തന്നു. കറക്റ്റ് സമയത്ത് വരികയും ചെയ്തു. പക്ഷെ അതിനെന്താ ഇത്ര ലേറ്റ് ആയത്? ഒന്നും പറയണ്ട, വരുന്ന വഴിക്ക് 2-3 നിന്ന് റീല് ഷൂട്ട് ചെയ്യായിരുന്നു. എന്നെയാണെങ്കിൽ കയറ്റി വിടുന്നുമില്ല. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? പെറ്റ തള്ള സൈക്കിളാട്ടാ. പിന്നെ മായാവി, ഇവൻ എന്നെ ഓർബിറ്റിംഗ് ചെയ്യുന്നു. എന്ന് വെച്ചാ? അതല്ലേ മായാവി, എന്താന്ന് വെച്ചാ ഞാൻ എവിടെയൊക്കെ പോകുന്നു, ഞാൻ ഇൻസ്റ്റയിൽ എന്തൊക്കെ ചെയ്യുന്നു, അതൊക്കെ ഇവൻ നോക്കി നടക്കുക. അത് പിന്നെ മായാവി, ഞാനും ഇവളും ലവിലല്ലേ മായാവി? ലവോ? ലവ് ഒന്നും അല്ല, വേറെ സിറ്റുവേഷൻഷിപ്പ്. കണ്ട ഇവളെന്നെ ബ്രെഡ് ക്രംപിംഗ് ചെയ്യുന്നു. ഇതൊക്കെ എന്ത് ഭാഷയാടേ? ഇതാണ് ജെൻസി ലാംഗ്വേജ്. നിങ്ങളുടെയൊക്കെ ഭാഷയെ പറഞ്ഞ മോഹിപ്പിച്ചിട്ട് തേച്ചിട്ട് പോയെന്ന്. ഏയ് അങ്ങനെയല്ല മായാവി, ഞാൻ ഇവന് ബെഞ്ചിങ്ങിൽ നിർത്തിയിരിക്കായിരുന്നു. ഇവനും ആളത്ര ക്ലീനൊന്നും അല്ല, പലരുമായിട്ട് ഇവന് കുഷനിങ് ഒക്കെ ഉണ്ട്. എന്തായതൊക്കെ? വരണ്ടായിരുന്നു, കുപ്പി തന്നെ അങ്ങ് ഇരുന്നാ മതിയായിരുന്നു. കാട്ടിൽ എത്രയാ പട്ടികൾ? അയ്യോ, പട്ടിയോ? എവിടെ? ഇത് കുട്ടൂസന്റെ കുരുത്തങ്ങളുടെ പട്ടികളാ. ഇപ്പൊ പ്രോബ്ലം സോൾവ്ഡ്. കുട്ടൂസന്റെ പട്ടികളെ കൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരു ഗുണമുണ്ടായി. സ്കിവിടെ. മായാവിയെ പിടിക്കാനുള്ള ഹോമത്തിനു വേണ്ടി പുട്ടാലുവും കുട്ടൂസനും ഡാഗിനിയും ലുട്ടാപ്പിയും ഇങ്ങെത്തിക്കഴിഞ്ഞു. ഒന്ന് തൊട്ട് പ്രാർത്ഥിച്ചോളൂ. എന്നെയല്ല, തേങ്ങ. ഈ പറയുന്ന സാധനങ്ങൾ എടുത്തു വയ്ക്കൂ. അയമോദകം, ആടലോടകം, ഏടലോടകം, ആടലോടകം, റുന്തോട്ടി. ശിവൻകുട്ടിയാ? ശിവൻകുട്ടിയല്ല, കുറുന്തോട്ടി. എള്ളെണ്ണ. ആ, അത് 11 വീലുണ്ട്. അത് ബൊപ്പണ്ണ, ഇത് എള്ളെണ്ണ. ശരിയണ്ണ. അവലുണ്ട്, മലരുണ്ട്, എള്ളുണ്ട്. എള്ളുണ്ടയാ? എള്ളുണ്ട്. ദർഭയുണ്ടോ? ഉണ്ട്, 3 മാസം. ഗർഭ അല്ല, ദർഭ. ദർഭപുല്ല്. ഉരുളി എവിടെ? ഇതല്ലേ മുരളി. അതല്ല, ഉരുളി. മിച്ചറെടുക്കൂ. മിച്ചറോ? പൂജക്കെന്തിനാ മിച്ചറ്? പൂജക്കല്ല, എനക്ക് തിന്നാനാ.
ഇനി ഞാൻ ചെയ്യുന്ന പോലെ എല്ലാരും ചെയ്യൂ. ഓ ജംബൂ ഫലാനി പക്വാനി കപി കമ്പി തശാഖ്യാഭ്യാത് ഗുലു ഗുഗുലു ഗുഗുലു ദലൂലു സലൂലു. മാന്ത്രിക കല്ല് റെഡി. ഇത് മായാവി പോകുന്ന വഴിയിൽ വെക്കുക. മായാവി ഇത് ചവിട്ടിയാൽ 5 നിമിഷത്തേക്ക് സ്റ്റാച്ചു ആയി പോവും. ആ നിമിഷം നിങ്ങൾ മാന്ത്രിക വടി കൈക്കലാക്കുക. ഓർമ്മിക്കുക, 5 നിമിഷം മാത്രം. പിന്നെ നിങ്ങളിത് ചവിട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലുട്ടു, നിന്റെ കുന്തത്തിന് എന്ത് പറ്റിയതാ? അത് ഏതോ ഒരു ബാധ കയറി ഒരുത്തൻ വന്ന് പൊട്ടിച്ചതാ. ബാധ കയറിയതാ? അതാര്? ആ അതന്നെ, ഞാനിവിടെ കുട്ടികളുടെ കൂടെ ഹാലോവീൻ കളിക്കുമായിരുന്നു. അപ്പോൾ ബാധ കയറിയ പോലെ ഒരുത്തൻ വന്നിട്ട് ഉറഞ്ഞു തുള്ളി പറയാണ് ഇത് നമ്മുടെ കാട്ടിൻ്റെ സംസ്കാരത്തിന് യോജിച്ചല്ലെന്ന്. ഓരോരോ പട്ടിക്കാട്ടങ്ങളെ. നോക്കി, ദാ അവര് വരുന്നുണ്ട്. രാജുവും രാധയും മായാവിയും വരുന്നുണ്ട്. വാ, നമുക്കിവിടെ ഒളിച്ചിരിക്കാം. വാ. അയ്യോ, മായാവി മായാവി മായാവി, എന്തുപ്പാ? കേറടാ കുപ്പിയിൽ. അയ്യോ, കേറാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ട്. മായാവി, നീ നല്ല തടി വെച്ചിട്ടുണ്ട്. ആ സരീഷിന്റെ കൂടെ കൃത്യമായി ജിമ്മിൽ പോകാൻ ഞാൻ നിന്നോട് പറഞ്ഞതാ. നന്നായി. ഒരു ദിവസം ജിമ്മും പിന്നെ 4 പാർട്ടിയും 10 റീൽസും. അതാണല്ലോ ഇപ്പൊ ഇവിടുത്തെ ഒരു രീതി. മായാവി, നിന്നോടാ പറഞ്ഞത് കുപ്പി കേറാൻ. ഏതാ കുപ്പി? മിനിമം ഒരു ശിവാശ്രീകലെങ്കിലും ആണോ? സിംഗിൾ മാൾട്ട് സ്കോച്ചാ, ബെസ്റ്റ് അല്ലേ, കേറിക്കോ. ഇത് വേണ്ട, ഇത് പോജോട്ട് ന്യൂസിന്റെ അല്ലേ. ആ മഹാഭാവി ഒറ്റ തുള്ളി ബാക്കി വെച്ച് കാണില്ല. സരുൺ പിയാറിന്റെ മറ്റാണെങ്കിൽ ശകലെങ്കിലും കണ്ടേനെ. കാണ കുണ പറഞ്ഞോണ്ടിരിക്കാതെ കുപ്പി കേറടാ. കുട്ടൂസാ, നിന്നെ ഞാൻ എടുത്തോളാം. കുട്ടൂസനെ തപ്പി ബാലരമ കാട്ടിലെത്തിയ ട്രംപ്. Where is this Kutusan? Can you tell me? You can. Yes, where? ഈശ്വര, പണിയായല്ലോ. എന്താ ഇപ്പൊ പറ? Yes, yes, no, yes. You bloody fool! Correct. Thank you. മായാവിയെ പിടിച്ചിട്ടിപ്പോൾ ഒരു രാവും ഒരു പകലും പിന്നിട്ടു. ഇത് പൊങ്ങുന്നില്ലല്ലോ അമ്മൂമ്മേ. ഇതൊന്നും ഇങ്ങനെ വിളിച്ചു പറയാതെടാ, നീ ഒന്നുമില്ലേലും ഒരു ചാത്തനല്ലേ. എന്നാൽ ഈ കുട്ടൂസ് ഇത് എവിടെ പോയി? നിനക്ക് പൊങ്ങാൻ, നിനക്കിത് പൊക്കാൻ കുട്ടൂസൻ വേണോ? അതല്ലെന്നേ, ഇവനിത് മുടിഞ്ഞ വെയിറ്റാ. എന്നാൽ ഈ കുട്ടൂസ് ഇതെവിടെ? അയ്യേ, എന്താ ഇത്? പൂച്ച കഷ്ടം. എത്ര പ്രാവശ്യം പറഞ്ഞതാ ഇവിടെ പൂച്ചയൊന്നും ഫീഡ് ചെയ്യരുതെന്ന്. 0 സിവിക് സെൻസ്. ഇതിപ്പോ എവിടെയാ ഒന്ന് കളയുന്ന? ഈ കല്ലിലൊരക്ക. അയ്യോ, ഇതല്ലേ ആ മാന്ത്രിക കല്ല്. പതുക്കെ സ്കൂട്ടാവാം. രക്ഷപ്പെട്ടേ. ഇതിപ്പോ എത്രയായി?
പിടിക്കും, കുപ്പി പൊട്ടും, മായാവി രക്ഷപ്പെടും. പിന്നെയും പിടിക്കും, പിന്നെയും രക്ഷപ്പെടും. എന്നാ പിന്നെ ഇതൊന്ന് പ്ലാസ്റ്റിക് കുപ്പിയാക്കാൻ പറഞ്ഞ ആര് കേക്കാൻ? ഞാൻ പങ്കിലങ്കാട്ടിലെ ഡിങ്കൻ, ശക്തരിൽ ശക്തൻ, എതിരാളിക്കൊരു പോരാളി. ഡിങ്കൻ എന്താ ഈ കാട്ടുകാര്യം? ഇത് ബാലരമ യൂണിവേഴ്സ് ആണ്. പോയി ബാലമംഗലത്ത് പോയി കളിയടാ. ഏച്ചു പോടേ. കുട്ടൂസനെ വെല്ലുവിളിച്ചിട്ട് പോയ മായാവിയും രാജുവും രാധയും കുട്ടൂസനെ പിടിക്കാനായി ഇതാ ഇങ്ങെത്തിക്കഴിഞ്ഞു. മായാവി, ദേ കുട്ടൂസൻ പോകുന്നു. എറിഞ്ഞോ, വല എറിഞ്ഞോ? കിട്ടിയടാ, കിട്ടി. എന്തൊരടിയാടാ നീ അടിച്ചേ? നിന്റെ അടിയിൽ തല നെടുക പിളർന്നു. നോക്കി, വെട്ട് കാണാനുണ്ട്. അയ്യോ, ചത്തെന്നാ തോന്നുന്നേ. ഇല്ല ഇല്ല, ശ്വാസം വിടുന്നുണ്ട്. ഇത് തലയല്ല, ബാക്കാ. എന്തൊരു നാറ്റം. തിരിച്ചു പിടിയടാ. അയ്യേ, ഇത് ലുട്ടാപ്പിയല്ലേ? അയ്യോ അയ്യോ. എവിടെയാടാ കുട്ടൂസൻ? കുട്ടൂസനോ? അപ്പൊ നിങ്ങളല്ലേ കുട്ടൂസനെ പിടിച്ചത്? നമ്മളോ? ഇന്നലെ മുതൽ കുട്ടൂസനെ കാണാനില്ല. അപ്പോ ഇവനെ വിട്ടേക്ക് രാജു, നമുക്ക് കുട്ടൂസനെ തപ്പാം. വാ. അമ്മൂമ്മേ, കുട്ടൂസിന് എന്തോ പറ്റിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് മായാവിയ കുട്ടൂസിനെ പൊക്കി തന്നാ. പിന്നെ ആ സായിപ്പായിരിക്കും, ഉറപ്പാണ്. കുട്ടൂസിനെ തപ്പി നടപ്പുണ്ടായിരുന്നു. ഏത് സായിപ്പ്? ഇതാ ഇതാ, ഇയാള്. കുട്ടൂസൻ എവിടെ? സായിപ്പ് മലയാളം പഠിച്ചാ? പിന്നല്ലാതെ നീ ഒന്നും ഇംഗ്ലീഷ് പഠിക്കൂലല്ലോ. കുട്ടൂസൻ എവിടെ? അപ്പൊ നിങ്ങളല്ലേ കുട്ടൂസിനെ പിടിച്ചത്? ഞാനോ? Where is this കുട്ടൂസൻ? സായിപ്പേ. പോടാ നായിന്റെ പട്ടി മകനെ. മായാവി കുട്ടൂസിനെ പിടിച്ചിട്ടില്ല, സായിപ്പും പിടിച്ചിട്ടില്ല. അപ്പൊ പിന്നെ ഈ കുട്ടൂസിന് എവിടെ പോയി? എല്ലാം തികഞ്ഞൊരു ചാത്തനെ ട്രെയിൻ ചെയ്യണമെന്നായിരുന്നു കുട്ടൂസിന്. ഇവിടെ അതിനുവേണ്ടി കുറെ ചാത്തന്മാരെ ട്രെയിൻ ചെയ്ത് നോക്കിയതാ. എന്നിട്ട് എന്താവാൻ, ഇവിടെ ട്രെയിൻ ചെയ്ത ചാത്തന്മാരൊക്കെ കണക്കാ. ലക്ഷണമൊത്ത ഒന്നിനെ കിട്ടില്ല എന്ന് തന്നെ കരുതി കുട്ടൂസൻ, നിന്നെ കിട്ടുന്നത് വരെ. ചില ചാത്തന്മാർക്ക് ഒറ്റ മാസ്റ്റർ ചാടത്തി, അല്ല ഡാഗിനിയ മൂമ്മേ. നിങ്ങൾ എന്തിനത് കുട്ടൂസിനോട് ചെയ്തു ഡാഗിനിയ മൂമ്മേ? കുറെ കാലങ്ങളായി ഞാൻ കാത്തിരിക്കുമായിരുന്നടാ. കുട്ടൂസൻ ഇന്ന് പ്രപ്പോസ് ചെയ്യും, നാളെ പ്രപ്പോസ് ചെയ്യുമെന്ന് കരുതി. ഇതിപ്പോൾ ഇത്രയും വയസ്സായി. ഞാൻ എന്നാൽ ഇന്നലെ അങ്ങോട്ട് ചെന്നപ്പോൾ പറയാ, അങ്ങേര് എന്നെ ഒരു ഫ്രണ്ടായി മാത്രമാണ് കണ്ടേക്കുന്നത്. നിനക്ക് എന്നേക്കാൾ നല്ലൊരു മന്ത്രവാദിയെ കിട്ടും. പൂട്ടണ്ടടാ ഞാൻ അയാളെ. But sometimes protection and restriction, they both look the same. കാവലിൽ നിന്നും പറഞ്ഞ് വിശ്വസിച്ച് നിർത്തിയ നായ്ക്കള് ആക്ച്വലി അയാളുടെ കൺട്രോളിലല്ലെങ്കിലോ